أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد ഏറെ ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, റമളാൻ ലീവ് പ്രമാണിച്ച് നമ്മളെല്ലാവരും ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും ഒരു പരീക്ഷാ കാലഘട്ടത്തിലുള്ള റമളാൻ അവധിയായതുകൊണ്ട് തന്നെ ഈ റമളാൻ ഏറെ മികച്ച രീതിയിൽ ഉപയോഗിക്കൽ നമ്മുടെ ബാധ്യതയും നിർബന്ധിത സാഹചര്യവുമാണ്. നമ്മൾ ഒരു അവധിക്ക് വേണ്ടിയല്ല പോകുന്നത്, മറിച്ച് വളരെ സജീവമായ പഠന പ്രവർത്തനങ്ങളിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ റമളാൻ അവധിക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായും കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ വഫിയയുടെ എൻട്രൻസ് പ്രചരണം, പുതിയ കുട്ടികളെ നമ്മുടെ സംവിധാനത്തിലേക്ക് ക്ഷണിക്കുക, അവരെ കൂടെ ഈ വിദ്യയുടെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ഉത്തരവാദിത്തം കൂടെ ഏറ്റെടുത്താണ് നമ്മളൊക്കെ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് കരുതിക്കൂട്ടി മുന്നോട്ട് പോവേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. അത് നമ്മുടെ ഏറ്റവും വലിയ പ്രചരണം നമ്മുടെ റിസൾട്ടുകളാണ്. നിങ്ങൾ +1 പരീക്ഷ എഴുതാൻ പോകുന്നു, +2 പരീക്ഷ എഴുതാൻ പോകുന്നു. പല യൂണിവേഴ്സിറ്റികളുടെയും സെമസ്റ്റർ എക്സാമുകൾ റമളാനോട് അടുത്തു നിൽക്കുന്നതും അല്ലെങ്കിൽ റമളാനിൽ തന്നെ ചില ദിവസങ്ങളിലുമൊക്കെയാണ്. അപ്പോൾ ഏറ്റവും മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കുക എന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ, ഒരു വഫിയ വിദ്യാർത്ഥിനിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം. കാരണം നിങ്ങളുണ്ടാക്കുന്ന റിസൾട്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരസ്യം. നിങ്ങളുണ്ടാക്കുന്ന റിസൾട്ടാണ് നമ്മുടെ സമുദായത്തിൻ്റെ, ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രൗഢിയും പ്രതാപവും. അതു പറഞ്ഞാണ് നമ്മൾ ആളുകളുടെ മുന്നിൽ ഇവിടെ സജീവമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, നല്ല റിസൾട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്, ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ് മക്കളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ആളുകളോട് വളരെ ആത്മബോധത്തോടു കൂടി, ആത്മാഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ റമളാനിൽ വിദ്യ കൊണ്ട്, ഇൽമു കൊണ്ട് സജീവമായി പ്രവർത്തനങ്ങൾ, നമ്മുടെ പകലുകളൊക്കെ സജീവമാക്കുക എന്നതാണ്. നമ്മൾ മിൻഹാജിൻ്റെ ഒക്കെ തുടക്കത്തിൽ ഇമാം നവവി തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നതായിട്ട് നമ്മൾ കാലങ്ങളായിട്ട് പറയുന്ന വാക്കുകൾ, കാലങ്ങളായിട്ട് പറയുന്ന വലിയ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വലിയ വാക്കുകൾ, ഇൽമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, വിദ്യയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഏറെ പ്രതിഫലമുള്ളതും അള്ളാഹുവിൻ്റെ അടുത്ത് ഏറെ സ്വീകാര്യമായതും. അതാണ് ഏറ്റവും ഫലായിൽ, ഏറ്റവും മഹത്വമുള്ള അമലുകളെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, നമ്മുടെ ഗുരുവര്യരൊക്കെ നമ്മെ പറഞ്ഞു ബോധിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ റമളാൻ നമ്മൾ സജീവമായ ഇബാദത്തിൽ, അതായത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ നമ്മൾ ചെലവഴിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെയും ചെലവഴിക്കുമെന്ന ഉറച്ച തീരുമാനത്തോടും കൂടെയാണ് നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് റമളാനിൽ നാട്ടിലേക്ക് അവധിക്ക് പോകുന്നത്. റിസൾട്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളങ്ങനെ കുറേ മുമ്പേ പറഞ്ഞ റിസൾട്ടുകൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നതല്ല. നിങ്ങൾക്കൊക്കെ വഫിയ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ് നിങ്ങൾ. നമ്മുടെ ഇടത്തിൽ, നമ്മുടെ സർക്കിളുകളിൽ വരുന്ന വാർത്തകളൊക്കെ നമ്മളൊക്കെ വളരെ ആവേശത്തോടു കൂടെ, ആത്മവിശ്വാസത്തോടു കൂടെ കേട്ടവരും അത് സന്തോഷത്തോടു കൂടെ മറ്റുള്ളവരോട് പറയുന്നവരുമാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിസൾട്ടിൽ പോലും നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, അതിൻ്റെ UGC റിസൾട്ട് പ്രഖ്യാപിച്ച സമയത്ത് ഏറ്റവും മികച്ച റിസൾട്ടുകൾ നമുക്കുണ്ടാക്കാൻ പറ്റി എന്നുള്ളത് ഒരർത്ഥത്തിൽ നമുക്ക് ആത്മഹർഷം നൽകുന്നതാണ്. ഏറ്റവും നല്ല JRF നമ്പറുകൾ,
30-ലധികം നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യത നേടിയ വിദ്യാർത്ഥിനികൾ, വഫിയമാർ, 30-ലധികം ആളുകൾക്കൊക്കെ നെറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് അത് ചെറിയ ഒരു നമ്പറല്ല. നമുക്കൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസം നൽകുന്നതാണത്. മാത്രവുമല്ല, നമ്മൾ മറ്റൊരു കുട്ടികളെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ക്ഷണിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടു കൂടെ, അഭിമാനബോധത്തോടു കൂടെ നമുക്ക് പറയാൻ പറ്റുന്നതാണത്. ഈ കഴിഞ്ഞ 2 ആഴ്ചയിൽ നമുക്ക് ഉണ്ടായ മറ്റൊരു വിദ്യാഭ്യാസ മേഖലയിലുള്ള നമ്മുടെ വലിയൊരു നേട്ടം, നമ്മുടെ തന്നെ വാഫി സുഹൃത്തായ അൽത്താഫ് ഹുസൈൻ വാഫിക്ക് അമേരിക്കയിലെ വില്യം മേരി യൂണിവേഴ്സിറ്റിയിൽ വലിയ സ്കോളർഷിപ്പോട് കൂടെ ഫുൾ ഫണ്ടഡ് ആയി PhD ചെയ്യാൻ, ഡോക്ടറേറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ്. വഫിയ പ്രസ്ഥാനം അത് വിദ്യാഭ്യാസത്തിൻ്റെ അതല്ലെങ്കിൽ സമൂഹ നിർമ്മിതിയുടെ, രാജ്യനിർമ്മിതിയുടെ പ്രവർത്തനത്തിൽ വളരെ വിനയപുരസ്സരം, അഭിമാനപുരസ്സരം മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ്. നാട്ടിൽ പോയി ആളുകളോട് ഈ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് വഫിയയെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളൊക്കെ നാടുകളിൽ മാതൃകയുള്ളവരാവണം, അല്ലെങ്കിൽ സ്വയമേ മാതൃക ആവേണ്ടവരാവണം. വഫിയിൽ പഠിക്കുന്നയാളാണ് നമ്മളെങ്കിൽ, വഫിയയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് നമ്മളെങ്കിൽ, നമ്മുടെ സർക്കിളുകളിൽ പ്രകാശം പരത്തുന്ന, അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ ജീവിതം ക്രമീകരിക്കാനും ആളുകൾക്ക് അഭിമാനം നൽകുന്ന, അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാനും കഴിയുന്നവരായിരിക്കണം നമ്മൾ. ദീനിൻ്റെ, ഇസ്ലാം ഒരു മതമെന്ന രീതിയിൽ പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ബാധ്യത സഹാബത്ത് നിർവഹിക്കുന്ന ഘട്ടത്തിൽ കാണുന്ന വളരെ ഹൃദ്യമായ ഒരു ഫോട്ടോയുണ്ട്, ഒരു പിക്ചറുണ്ട്. അത് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മദീനയിൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവുമായിട്ട് സന്ധിക്കുന്ന രംഗാണ്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം മദീനയിലേക്ക് ഇസ്ലാം പ്രചരണത്തിന് വേണ്ടി പോകുന്നുണ്ട്. ആളുകളെ നേർക്കുനേർ കണ്ടാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. വളരെ തർക്കങ്ങൾക്കൊന്നും പോവാതെ സ്വച്ഛന്തമായ രീതിയിൽ ആളുകളിലേക്ക് മുസ്അബ് റളിയല്ലാഹു അൻഹു പോകുന്നു. എന്നിട്ട് കാര്യങ്ങൾ തർക്കങ്ങളൊന്നും പറയാതെ വൃത്തിയുള്ള ഭാഷയിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു ആളുകളുമായിട്ട് സംവദിക്കുന്നു. ആളുകൾക്ക് കാര്യം മനസ്സിലാകുന്നു, ജനങ്ങൾ ഇസ്ലാം പുൽകുന്നു. ഇങ്ങനെ പോകുന്ന ഘട്ടത്തിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരു വേള ഇസ്ലാമിൻ്റെ കഠിന ശത്രുവെന്നോ അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കുന്നതിൻ്റെ മുന്നേ ഇതിനെ എതിർക്കുന്ന ആളോ മറ്റോ ആയിരുന്നു. അദ്ദേഹം തന്നെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവുമായിട്ടാണ്, കൊന്തം ഊരിപ്പിടിച്ചിട്ടൊക്കെയാണ് ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ചരിത്രം വായിക്കുന്നതിൻ്റെ ചിത്രത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മുസ്അബ് എന്നവർ മുആദ് എന്നവരോട് പറയുന്നത്, നിങ്ങളിത് കേൾക്കുക, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക. എന്നിട്ട് വളരെ കൃത്യമായ രീതിയിൽ ഇസ്ലാമിൻ്റെ പ്രചരണം മുസ്അബ് റളിയല്ലാഹു അൻഹു നടത്തിയ സമയത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അത് സ്വീകരിക്കുന്നു. എന്നു മാത്രമല്ല, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ച സമയത്ത് തന്നെ സഅദ് ഇബ്നു റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രമായ ഔസ് ഗോത്രത്തിൻ്റെ ഉപഗോത്രം ബനു അബ്ദുൽ അഷ്ഹൽ എന്ന് പറയുന്ന ഗോത്രത്തിലെ സകല മനുഷ്യരും, ചരിത്രം പറയുന്നത് ഒരാളൊഴികെയുള്ള മറ്റെല്ലാവരും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുതിയ മതത്തെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ സാമൂഹികമായി നമ്മളൊക്കെ ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ട വല്ലാത്ത മൂല്യങ്ങൾ, അല്ലെങ്കിൽ ധർമ്മപാഠങ്ങൾ, അതല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഐഡിയൽ പേഴ്സണായിട്ട് ആളുകൾക്കിടയിൽ ജീവിക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണത്. സഅദ് ഇബ്നു മുആദ് എന്നവർ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലുള്ള ആളുകൾ മുഴുവൻ സഅദ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച മതം അത് ഞങ്ങൾക്ക് ഓക്കെയാണ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് മാറുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറയുന്നത്, നാട്ടിൽ ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ഓരോ വഫിയയും സത്യത്തിൽ ഈ വാഫിയുടെ ജീവിക്കുന്ന അംബാസഡേഴ്സ് ആവണം. അവരായിരിക്കണം വാഫി സംവിധാനത്തിൻ്റെ പ്രാതിനിധ്യം നാട്ടിൽ. അവർ മികച്ച രീതിയിൽ അക്കാദമിക് വിദ്യാഭ്യാസം നേടുന്നവരായിരിക്കണം, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം,
അതിൻ്റെ അപ്പുറത്ത് നാട്ടിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക്, നാട്ടിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾക്ക് അതിനൊക്കെ പരിഹാരം കാണുന്നവരും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരും ആയിരിക്കണം വാഫികൾ. അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമാണ് മക്കളെ ചേർക്കാൻ ഏതു രക്ഷിതാക്കളും മുതിരും. അങ്ങനെയാണ് വാഫിയിലേക്ക് ആളുകൾ വന്നത്. ആളുകൾ വാഫിയുടെ റിസൾട്ട് കണ്ടിട്ടാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടുന്നു, സമന്വയ രീതിയിൽ കുട്ടികൾക്ക് 2 വിദ്യയും ലഭിക്കുന്നു എന്ന റിസൾട്ട് കണ്ടതിനു ശേഷമാണ് നാട്ടിലുള്ള ആളുകളൊക്കെ സ്വന്തം മക്കളെ വാഫിയിലും വഫിയയിലുമൊക്കെ ചേർത്ത് വളരെ സ്വച്ഛന്തമായി മുന്നോട്ട് പോയത്. നമ്മൾ കഴിഞ്ഞ തവണ വരെ ആളുകളെ കാണുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി ചുരുങ്ങിയത് 5 വിദ്യാർത്ഥികളെ 10ാം ക്ലാസ് കഴിഞ്ഞ 5 പേരെയെങ്കിലും കാണണം, 10ാം ക്ലാസ് കഴിഞ്ഞ 5 പെൺകുട്ടികളെയെങ്കിലും ഒരു വഫിയ വിദ്യാർത്ഥിനി കാണണം. എന്നിട്ട് അവർക്കിടയിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ പരിചയപ്പെടുത്തണമെന്നൊക്കെയായിരുന്നു കഴിഞ്ഞ തവണ വരെ നമ്മൾ പറയുന്നത്. ഇപ്പോഴും അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ 5 ഇല്ലെങ്കിലും ഒരു 2 പേരെയെങ്കിലും നിങ്ങൾ നിർബന്ധമായും കാണണം. കാരണം നമ്മൾ അനുഭവിച്ചറിഞ്ഞൊരു സത്യമാണിത്. നമ്മൾ ഒരു പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ആളുകളൊക്കെ നമുക്ക് തന്നെ ഓർത്ത് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അവരൊക്കെ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന്. നമുക്ക് ഏതോ അർത്ഥത്തിൽ 5 വക്ത് നിസ്കാരം കള ആകാതെ കൃത്യസമയത്ത് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്നു, സുന്നത്തുകൾ മുഴുവൻ എടുക്കാൻ പറ്റുന്നു. നമ്മിൽ നിന്നും തന്നെ പല ആളുകളും തഹജ്ജുദ് നിസ്കരിക്കുന്നു, ളുഹ നിസ്കരിക്കുന്നു, വിത്ർ നഷ്ടപ്പെടുന്നില്ല, ഇസ്ലാമിക മൂല്യങ്ങൾ മുഴുവൻ മുറുകെ പിടിക്കുന്നു, മാതാപിതാക്കളെ ആദരിക്കുന്നു, അവരുടെ സുഖത്തിലും സന്തോഷത്തിലും നമ്മൾ കൂടെ നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മെ പരിവർത്തനപ്പെടുത്തിയ ഈ വിദ്യാഭ്യാസ രീതി അത് നമ്മുടെ അനിയന്മാർക്ക്, നാട്ടിൽ ഇനിയും വരുന്ന ആളുകൾക്ക് ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകത ആദ്യം നമ്മൾ ഉൾക്കൊള്ളണം. അതല്ലാതെ സമൂഹത്തിന് ഭാരമാകുന്ന രീതിയിൽ മതനിരാസകരായി, അതല്ലെങ്കിൽ ലഹരി മരുന്ന് അതിൻ്റെ മാഫിയകൾക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്ന ഒരു തലമുറയായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാർ, വലിയ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ അവർ നശിച്ചു പോകരുത് എന്ന ആഗ്രഹം നമുക്ക് ശരിക്കും മനസ്സറിഞ്ഞു വേണം. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് നമ്മൾ ചെയ്യുന്നത് സമൂഹ നിർമ്മിതിയാണ്, രാജ്യനിർമ്മിതിയാണ്, ഉമ്മത്തിൻ്റെ നവോത്ഥാനമാണ് എന്നൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ട് അത് നിയ്യത്ത് അതാക്കിയിട്ട് വേണം നമ്മൾ കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മിൽ വഫിയയിലോ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികളെല്ലാവരും നശിക്കുന്നു എന്നല്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കിയ ഒരു വിദ്യാഭ്യാസ രീതിയുണ്ട്. മതബൗദ്ധിക വിദ്യ നമുക്ക് കൃത്യമായി ലഭിക്കുന്നു, നമുക്ക് ദീനി ചിട്ടകളനുസരിച്ച് ജീവിതം കൃത്യമാക്കാൻ പറ്റുന്നു, എല്ലാ രീതിയിലും സൗകര്യങ്ങളൊക്കെ സ്ഥാപനങ്ങളും ഉസ്താദുമാരും നമുക്ക് ചെയ്തു തരുന്നു. അത് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ലഭിക്കണമെന്ന വല്ലാത്ത അടങ്ങാത്ത ആഗ്രഹം ശരിക്കും നമുക്ക് വേണം. ആ രീതിയിലായിരിക്കണം നമ്മൾ കുട്ടികളെ ക്ഷണിക്കേണ്ടത്. അങ്ങനെ നമ്മൾ കുട്ടികളെ ക്ഷണിക്കുമ്പോൾ ഒരു കുട്ടിയെ 2 കുട്ടിയെ നമ്മൾ ക്ഷണിക്കുന്നു, അവനോട് നമ്മൾ അടുത്തിരുന്ന് സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. എന്നിട്ട് ഇതിനോടൊക്കെ താല്പര്യമുള്ള നിൻ്റെ കൂട്ടുകാരാരൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. അവരോടൊക്കെ നമ്മൾ കൃത്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു, അവർക്കൊക്കെ ഇഷ്ടമുള്ള മേഖല ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അതൊക്കെ നൽകാൻ കഴിയുന്ന വാഫിയുടെ സ്ട്രീമുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സാധ്യത കുട്ടികളുടെ മുന്നിൽ പറയുന്നു. ഇതൊക്കെയാണ് നടക്കേണ്ടത്. റമളാനിൽ പ്രചരണം നടത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വഫിയ സിലബസ്, വഫിയ സംവിധാനം കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് വഫിയ വിദ്യാർത്ഥികളായ നമ്മളാണ്. നമ്മൾ വാഫി വിദ്യാർത്ഥിയാണ്, വഫിയ വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. വാഫിയിലേക്ക് വരുമ്പോൾ കുട്ടിക്ക് വേണമെങ്കിൽ പ്രൊഫഷണൽ രീതിയിൽ നീറ്റോ അല്ലെങ്കിൽ JEE ഒക്കെ പഠിച്ചിട്ട് എൻജിനീയറിങ്ങിനോ അതല്ലെങ്കിൽ സയൻസ്, മെഡിക്കൽ സയൻസിൻ്റെ മേഖലയിലേക്കൊക്കെ മാറാനുള്ള അവസരം, അതിൻ്റെ സാധ്യത കൃത്യമായ രീതിയിൽ നമ്മൾ നൽകുന്നുണ്ട്. വാഫി പ്രൊഫഷണൽ എന്ന സ്ട്രീം അതെന്താണെന്ന് വാഫി പ്രൊഫഷണൽ പഠിക്കാത്ത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വാഫി പ്രൊഫഷണൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ട് നമുക്ക്. അവരല്ലാത്ത ആളുകളും എന്താണ് വാഫി പ്രൊഫഷണൽ എന്നത് മനസ്സിലാക്കണം. ഏത് രീതിയിലാണ്, എവിടേക്കാണ് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ധാരണയുള്ളവരായിരിക്കണം. പിന്നെ വാഫി അഡ്വാൻസ്ഡ് സ്ട്രീം നമുക്കുണ്ട്. വാഫി അഡ്വാൻസ്ഡ് സ്ട്രീം എന്താണ്, വാഫി പ്രൈം സ്ട്രീം എന്താണ്, അതുപോലെ തന്നെ വാഫി ഫൗണ്ടേഷൻ എന്താണ്. കഴിഞ്ഞ തവണ നമ്മൾ തുടങ്ങിയ പുതിയ പദ്ധതിയാണ് വാഫി ഫൗണ്ടേഷൻ. 8ാം ക്ലാസ് മുതലുള്ള, അതായത് 7ാം ക്ലാസ് പൂർത്തിയായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും
നമ്മൾ മത ഭൗതിക വിദ്യയുടെ സമന്വയം എന്ന രീതിയിൽ കൃത്യമായ രീതിയിൽ നമ്മളത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രീം ഞങ്ങൾക്കുണ്ട്. 8ാം ക്ലാസ്സിലേക്ക് യോഗ്യത നേടുന്ന കുട്ടികൾക്ക് വാഫിയിൽ അവസരമുണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവസരമുണ്ട് എന്നത് നമുക്ക് ധാരണയുണ്ടായിരിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് സയൻസ് താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് സാധ്യതയുണ്ട്. അതിൽ തന്നെ നീറ്റ് താല്പര്യമുള്ളവർക്കും JEE താല്പര്യമുള്ളവർക്കൊക്കെ അവസരമുണ്ട് എന്നത് നമുക്ക് ധാരണയുണ്ടായിരിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞ് കൊമേഴ്സിനാണ് താല്പര്യമെങ്കിൽ അത് നൽകുന്ന വഫിയ സ്ഥാപനങ്ങളുണ്ട്. അതല്ലാതെ സയൻസ്, ബയോളജി സയൻസിൻ്റെ പുറത്ത് ഇനി കമ്പ്യൂട്ടർ സയൻസോ മറ്റോ അതും നൽകുന്ന സ്ഥാപനങ്ങൾ നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീമിൽ ഉള്ള സ്ഥാപനങ്ങൾ അതിലുണ്ട് എന്നത് നമുക്ക് ധാരണയുണ്ടായിരിക്കണം. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച്, കുട്ടികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള സംവിധാനങ്ങൾ, വിദ്യാഭ്യാസ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കുട്ടികളോട് വഫിയയുടെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങാൻ. വഫിയയുടെ ഈ സ്ട്രീമുകളിലെല്ലാം, അതായത് പ്രൊഫഷണൽ സ്ട്രീം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ട്രീമുകളിലെല്ലാം വലിയ രീതിയിൽ ആഡ് ഓൺ കോഴ്സുകൾ നമ്മൾ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാകുന്ന മുറക്ക് ആഡ് ഓൺ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വലിയ ഏജൻസികളുമായി ബന്ധപ്പെട്ട് സജീവമായ രീതിയിൽ തന്നെ നമ്മൾ ആഡ് ഓൺ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തണം. കുട്ടികളൊക്കെ കരുതുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷത്തെ എന്തെങ്കിലും കോഴ്സിന് പോയാൽ, 1 വർഷത്തെ ഏതോ ഒരു കോഴ്സിന് പോയാൽ പിന്നെ ജോലിയായി എന്നുള്ളതാണ്. സത്യത്തിൽ ആ ഒരു രീതിയിലേക്ക് സമൂഹം ഈ ഒരു ട്രെൻഡിൻ്റെ സമയത്ത് മാറിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചു വരും. കാരണം ആളുകൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് നേതൃത്വം വഹിക്കേണ്ടതിൻ്റെ, ആളുകൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് കൂടുതൽ ചെയ്യേണ്ടതിൻ്റെ, കൂടുതൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. സമൂഹവും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലുമുള്ള വിദ്യാഭ്യാസ ഏജൻസികളും അത് പെട്ടെന്ന് തിരിച്ചറിയും. ഈ ഒരു ചെറിയ ട്രെൻഡ് വളരെ പെട്ടെന്ന് മാറിയിട്ട് ഒരു ഡിഗ്രി, ഒരു PG ഒന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന ഘട്ടത്തിലേക്ക് സമൂഹം മാറും. ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം വന്ന ഏതോ ട്രെൻഡിൻ്റെ പുറത്ത് നമ്മൾ 6 മാസത്തെ കോഴ്സ് ചെയ്ത് മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് പിന്നെ ഡിഗ്രിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ സാധ്യമല്ല. നമ്മൾ വഫിയ സംവിധാനത്തിൽ, അല്ലെങ്കിൽ വഫിയ സ്ട്രീമിൽ നമ്മൾ ആഡ് ഓൺ കോഴ്സുകൾ പുറത്തുനിന്ന് ലഭിക്കുന്ന സാധ്യതയുള്ള, നമ്മുടെ പഠനത്തിന് ഒരർത്ഥത്തിലും തടസ്സമാവാത്ത രീതിയിലുള്ള വലിയ സമയം അലോക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ആഡ് ഓൺ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും നമ്മൾ കുട്ടികൾക്ക് ഫിനിഷിംഗ് എന്ന രീതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഏതോ അർത്ഥത്തിലുള്ള ഒരു ഫിനിഷിംഗ് ടച്ച് നൽകുന്നുണ്ട്. കുട്ടികൾക്ക് ജീവിതത്തിൽ പാലിക്കേണ്ട ലീഗൽ കാര്യങ്ങൾ, അതുപോലെ തന്നെ മെഡിക്കലി അവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പൗരബോധമുള്ള ആളുകളായിട്ട് വളരേണ്ടതിൻ്റെ ആവശ്യകത, സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതൊക്കെ സിലബസിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നൊരു അറ്റാക്ക് വരികയാണെങ്കിൽ ഒരു CPR എങ്ങനെ നൽകണം, അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ കേസ് വളരെ പെട്ടെന്ന് വന്നിക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ രീതി എന്തൊക്കെയാണ്, അതൊക്കെ സിലബസിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ ഘട്ടം കഴിയുന്നതിൻ്റെ സമയത്തും കൺസോളിഡേഷൻ എക്സാം എന്ന് പറയുന്ന മറ്റൊരു എക്സാം കൂടെ വഫിയ സംവിധാനം എന്ന രീതിയിൽ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയവരാണ്. പക്ഷേ അതൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്യമായിട്ട് പറയൽ നിർബന്ധമാണ്. കാരണം ഏറ്റവും മികച്ച ഇസ്ലാമിക വിദ്യാഭ്യാസ രീതിയാണ് വഫിയ സംവിധാനം ആളുകൾക്ക് ഒരുക്കി കൊടുക്കുന്നത്. അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ഭംഗിയും, അല്ലെങ്കിൽ അതിൻ്റെ പുതുമയും കണ്ടും ഉൾക്കൊണ്ടുമാണ് നമ്മിലേക്ക് ആളുകൾ വരുന്നത്. അതിൻ്റെ സാധ്യത നമ്മൾ ആളുകൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തണം. ഈ കൺസോളിഡേഷൻ എക്സാം ഓരോ ഘട്ടത്തിലും കുട്ടി ആർജിച്ചെടുക്കേണ്ട എല്ലാ അർത്ഥത്തിലുമുള്ള ആ ഘട്ടത്തിൽ പൂർത്തീകരിക്കേണ്ട വിദ്യാഭ്യാസം അത് കൃത്യമായിട്ട് കുട്ടി നേടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. +2 ഘട്ടത്തിൽ മതവിഷയങ്ങളിൽ കുട്ടി ആർജിച്ചെടുക്കുന്ന വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഡിഗ്രി ഘട്ടം കഴിയുമ്പോഴേക്ക് കുട്ടികൾ ആർജിച്ചെടുക്കുന്ന ഒരു വൈജ്ഞാനിക പുരോഗതി, PGയിൽ കുട്ടികൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അളക്കുന്നുണ്ട്, അതിന് മാർക്ക് നൽകുന്നുണ്ട്. അതിന് പുറത്ത് സ്വാഭാവികമായും നമ്മൾ ഇൻറ്റേർണൽ കാര്യങ്ങൾ, കുട്ടികളുടെ സൽസ്വഭാവത്തിന്, കുട്ടികളുടെ വീട്ടുകാരുടെ സിലബസുമായിട്ട് അല്ലെങ്കിൽ സംവിധാനവുമായിട്ടുള്ള അവരുടെ സജീവമായ പങ്കാളിത്തത്തിന്, കുട്ടി തന്നെ നാട്ടിൽ ഏത് രീതിയിലാണ് ജീവിക്കുന്നത്, എത്ര കണ്ട്
സജീവമായി മതപ്രവർത്തനങ്ങളിൽ മേഖലയിൽ ഇടപെടുന്നു, സാമൂഹിക പ്രശ്നങ്ങളിൽ അതിന് പരിഹാരം കാണാൻ എന്തൊക്കെ ചെയ്യുന്നു, നാട്ടിലുള്ള കാര്യങ്ങൾ എത്ര സജീവമാണ്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതവൻ്റെ മാർക്കായിട്ട് മാറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തണം, കുട്ടികളെ ബോധ്യപ്പെടുത്തണം, നമ്മുടെ തന്നെ ചുറ്റിലുമുള്ള ആളുകളെ ബോധ്യപ്പെടുത്തണം. നമ്മെ പല ആളുകളും പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആളുകൾക്കൊക്കെ നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്ന് മറുപടി പറയണം. നമ്മൾ ആളുകളുമായിട്ട് തർക്കിക്കാനോ ആളുകളുമായിട്ട് വെല്ലുവിളി നടത്താനോ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാനോ ആളുകളെ പരിഹസിക്കാനോ നമ്മളാരും നിൽക്കുന്നില്ല. അത് നിൽക്കാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് ആളുകൾ എന്തോ ചില കാര്യങ്ങളാൽ തെറ്റിദ്ധരിച്ച കാര്യങ്ങൾ നേർക്കുനേർ ഇരുന്ന് അവരോട് സംസാരിച്ചാൽ മനസ്സിലാകും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ആളുകളൊക്കെ വഫിയയിൽ 8 റക്അത്താണ് തറാവീഹ് നിസ്കരിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. കാരണം നമ്മൾ ആളുകൾക്കിടയിൽ നാട്ടിൽ തറാവീഹ് നിസ്കരിക്കുന്ന ആളുകളാണ്. 20 റക്അത്ത് പൂർത്തിയായിട്ട് തറാവീഹ് നിസ്കരിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മളുടെ ജീവിതം കണ്ടായിരിക്കണം വഫിയെ ആളുകൾ മനസ്സിലാക്കേണ്ടത്. അതായിരിക്കണം നമ്മുടെ പ്രചരണത്തിൻ്റെ അടിസ്ഥാന കാര്യം. നമ്മളൊന്നും അറിയാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ കുറേ പൊലിപ്പിച്ച് ആളുകളോട് പറയുന്നതല്ല. നമ്മൾ അനുഭവിക്കുന്ന ഒരു നല്ല വിദ്യാഭ്യാസ രീതിയിലേക്ക് കുട്ടികളെ ക്ഷണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ ക്ഷണിക്കുമ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലൊക്കെ അവരുടെ ഒരു വലിയ കൺസേൺ യൂണിഫോമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്ക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാം. വഫിയ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതത് സ്ഥാപനങ്ങളിലെ യൂണിഫോം തീരുമാനിക്കാനുള്ള അധികാരം നമ്മൾ വകവെച്ച് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് വാഫിയുടെ അഡ്വാൻസ്ഡിൽ പല സ്ഥാപനങ്ങളിലും കുട്ടികൾക്ക് പാൻറ്റും ഷർട്ടും തൊപ്പിയും എന്ന രീതിയിലാണ് യൂണിഫോം. അത് കുട്ടികളോട് പറയണം. പല കുട്ടികളും കരുതിയിട്ടുള്ളത് തൊപ്പിയിട്ട് വെള്ളത്തുണിയും വെള്ളക്കുപ്പായും തലയെക്കെട്ടും കെട്ടിയിട്ടില്ലെങ്കിൽ വാഫി പഠിക്കാൻ പറ്റൂല എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. സത്യത്തിൽ ദീൻ പഠിക്കാൻ ഇതൊന്നും ഷർത്തല്ല. അവരൊക്കെ ദീൻ പഠിച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മാറും. അവരൊക്കെ ദീനിൻ്റെ ഭാഗത്തേക്ക് തന്നെ വരും. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് കുട്ടികളെ നമ്മൾ ഈ മേഖലയിലേക്ക് സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റണം. അതത് സ്ഥാപനങ്ങളിലെ യൂണിഫോം നമ്മൾ പ്രോസ്പെക്ടസിൽ കൊടുക്കുന്നതാണ്. അതൊക്കെ പറഞ്ഞ് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ഇതിൻ്റെ പ്രചാരകരെന്ന രീതിയിൽ നമുക്കത് സാധിക്കേണ്ടതുണ്ട്. വഫിയയിലും അങ്ങനെ തന്നെയാണ്. ചില സ്ഥാപനങ്ങളിൽ നല്ല യൂണിഫോമായി നിർണ്ണയിച്ചു വെച്ചിട്ടുള്ളത് നല്ല ചുരിദാറും അതുപോലെ തന്നെ പാൻറ്റും മഫ്തയൊക്കെയാണ്. അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടികളെ ആ രീതിയിൽ നമുക്ക് ക്യാൻവാസ് ചെയ്യാൻ പറ്റണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവികമായും പല കുട്ടികളും കരുതിയിട്ടുള്ളത് വഫിയയിൽ മുഴുവൻ സമയത്ത് ദീനീ പഠനങ്ങളും അതല്ലെങ്കിൽ സമന്വയം എന്ന രീതിയിൽ ഭൗതിക പഠനങ്ങളും മാത്രമാണെന്നാണ്. അതിനോട് കൂടെ തന്നെ നമുക്ക് കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് പ്രസംഗിക്കാനുള്ള അവസരമുണ്ട്, ഭാഷകൾ സ്വായത്തമാക്കാനുള്ള അവസരമുണ്ട്. അതിൻ്റെ പുറത്ത് സ്പോർട്സ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ സമയത്ത് ഗെയിംസ് നടത്തിയിട്ടുണ്ട്. ആർട്സ് മത്സരങ്ങൾ നമ്മൾ സ്ഥാപനങ്ങൾ തമ്മിൽ നടക്കാറുണ്ട്, സ്ഥാപനത്തിൽ തന്നെ നടക്കാറുണ്ട്. സജീവമായി പുറത്തുനിന്ന് കിട്ടുന്ന എല്ലാ അർത്ഥത്തിലുള്ള പുരോഗമന കാര്യങ്ങളും നമുക്ക് വഫിയയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. കുട്ടികൾക്ക് പല ആളുകൾക്കും പലതും ആയിരിക്കും താല്പര്യം. ചില കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യമില്ലെങ്കിൽ ഞാൻ വഫിയിലേക്ക് ഇല്ല എന്ന് കരുതുന്ന കുട്ടികളുണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വഫിയിലില്ല, ഫുട്ബോളിന് സൗകര്യമില്ലെങ്കിൽ ഞാൻ വഫിയിൽ. അങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ പ്രായത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ പ്രശ്നമാണത്. അവർക്ക് അതിനൊക്കെ അവസരം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അതിനൊക്കെ സജീവ അവസരം ഏതൊക്കെ കോളേജിലാണെന്ന് ചോദിക്കുന്ന കുട്ടികൾ വരെയുണ്ട്. അവർക്കൊക്കെ അത് നൽകിയിട്ട് ഇതിന്ന സ്ഥലത്തൊക്കെ ഇതിനൊക്കെ സൗകര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുട്ടികളെ ക്ഷണിക്കാൻ പറ്റണം. നല്ല ഭാഷയിൽ ആളുകളോട് പറയുന്നതിനാണ് റിസൾട്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലിൽ, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് 10-15 ആളുകൾ SSLC എഴുതിയിട്ടുണ്ടാകും. ഒന്നുകിൽ അവരോടോ അവരുടെ രക്ഷിതാക്കളോടോ അവരുടെ ജ്യേഷ്ഠന്മാരോടോ അവരുടെ ഉമ്മമാരോടോ അവരുടെ പെങ്ങന്മാരോടോ നമുക്ക് ആരാണ് ആ വീട്ടിൽ ഏറ്റവും ആക്സസ് ഉള്ള ആളുകൾ അവരോട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയണം. അത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ കേൾക്കും. കാരണം വിദ്യാഭ്യാസം അത് തർക്കങ്ങൾക്കൊക്കെ അപ്പുറത്ത് കുട്ടികൾക്ക് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ലഭിക്കണമെന്നത് ഒരു പിതാവിൻ്റെ, ഒരു മാതാവിൻ്റെ, കുടുംബത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. അവരതിൽ തർക്കത്തിനോ അല്ലെങ്കിൽ മുടക്കുകൾക്കോ വരില്ല. ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ നൽകുന്നത് എന്നുള്ളതിന് എമ്പാടും തെളിവുകളുണ്ട്. നമ്മുടെ തന്നെ അലുമിനികളുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. 53ഓളം യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ വ്യത്യസ്ത മേഖലകളിൽ പഠിപ്പിക്കുന്നു, ജോലി ചെയ്യുന്നു. യൂണിവേഴ്സിറ്റികളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യുന്നു. ലോകത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ ആളുകൾ പല പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു.
വലിയ വലിയ സ്കോളർഷിപ്പുകൾ നമുക്ക് ലഭിക്കുന്നു. ഇതൊക്കെ ആളുകളോട് നല്ല ഭാഷയിൽ പൊലിപ്പിച്ചു കാണിക്കാതെ ഉള്ളതുള്ളതുപോലെ പറയാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷീകരിക്കുന്ന മാതാപിതാക്കളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ വാഫിയുടെ പ്രത്യേകത, വാഫിയുടെ ക്വാളിറ്റി പറഞ്ഞു അതിൻ്റെ യാഥാർത്ഥ്യം ആളുകൾക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ ഒരു പ്രതിസന്ധിയും പ്രയാസവും നമുക്കുണ്ടാവില്ല. അത് നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ആ കാര്യം ഉൾക്കൊണ്ട് പറഞ്ഞാൽ അതിന് കൃത്യമായ റിസൾട്ട് ഉണ്ടാകും. സ്വാഭാവികമായും കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു വാഫിയെക്കുറിച്ച് നമ്മളൊക്കെ അറിഞ്ഞതാണ്. ആളുടെ പേര് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അദ്ദേഹം ചെയ്തത് ഏകദേശം 57ഓളം ആളുകളുടെ പേര് രജിസ്റ്റർ ചെയ്തു പരീക്ഷ എഴുതിച്ചെന്നൊക്കെ അദ്ദേഹം പറയുണ്ടായി. ഞാൻ ഒരു സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുക തന്നെ ചെയ്തു, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്തിരുന്നത് എന്ന്. അപ്പോൾ ആളുകളെ അവരുടെ വീട്ടിൽ ചെന്ന് ചോദിക്കുന്നു, കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്നു, എന്തൊക്കെയാണ് പ്ലാൻ എന്ന് ചോദിക്കുന്നു. നല്ല രീതിയിൽ പറഞ്ഞാൽ കുട്ടികൾ വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ കുട്ടികൾ അതിൽ ഇനി വേറെ തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കാൻ അവർ നിൽക്കില്ല. അവർ നേരെ ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികളെ ചേർക്കാനാണ് വരിക. വഫിയ കേരളത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസ രീതികളിലൊന്നാണ്. പല വിദ്യാഭ്യാസ രീതികളുണ്ട്, അതിലേറ്റവും മികച്ചൊരു വഴി തന്നെയാണ് വഫിയ. കാരണം നമ്മൾ 10-25 വർഷമായി അല്ലെങ്കിൽ കാൽ നൂറ്റാണ്ടായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ്. സമസ്തയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പണക്കാട് സയ്യിദന്മാരുടെ തണലിലാണ് ഈ വിദ്യാഭ്യാസ പ്രവർത്തനം സവിനയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിയും അതങ്ങനെ തന്നെ തുടരും. നമ്മൾ സുന്നികളാണ്, നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ സുന്നീസാണ്. ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലേ, കാരണം നിങ്ങളാരും അതല്ലാത്തത് പഠിക്കുന്നില്ല, നിങ്ങളാരും അതിന് വിരുദ്ധമായ കാര്യങ്ങളൊന്നും നമ്മുടെ സിലബസിൽ കണ്ടിട്ടില്ല. അതൊക്കെ വളരെ കൃത്യമായിട്ട് ആളുകളോട് പറയുക എന്നുള്ളത് പ്രാധാന്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞത് നേർക്കുനേർ, ഫേസ് ടു ഫേസ്, മൗത്ത് ടു മൗത്ത് എന്നൊക്കെ പറയുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രചരണം നടത്തേണ്ടത്. അതല്ലാതെ അലങ്കോലങ്ങളില്ലാതെ ആർപ്പുവിളികളില്ലാതെ വളരെ സ്വച്ഛന്തമായ വഴിയിൽ തർക്കങ്ങൾക്കൊന്നും പോവാതെ നമ്മൾ കുട്ടികളെ ദീനിൻ്റെ മേഖലയിലേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ തവണയ്ക്ക് വിദ്യാർത്ഥികളിലൂടെ നല്ല റിസൾട്ട് പല സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പല വിദ്യാർത്ഥികൾക്കും നമ്മൾ കഴിഞ്ഞ സമയത്ത് ഗൾഫ് കമ്മിറ്റി അലുമിനിയൊക്കെ ഓഫർ ചെയ്ത ടൂർ പാക്കേജിൽ അവർ കൊടൈക്കനാലിലൊക്കെ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അതൊക്കെ ഇനിയും ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു മത്സരത്തിനുള്ള ഒരു കാരണമായി മാത്രം എടുത്തിട്ട്, അതല്ലാതെ അത് ലക്ഷ്യമാക്കി എടുക്കാതെ നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റും. കഴിഞ്ഞ തവണ അതിൻ്റെ മത്സര ബുദ്ധിയോടെ തന്നെ കണ്ടിട്ട് അതിലൊക്കെ സമ്മാനം മേടിച്ച കുട്ടികൾ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ തന്നെ പലരും അതിൽപ്പെട്ട ആളുകളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത്തവണ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന മാധ്യമം കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ വഫി ഓർബിറ്റുകൾ, WSFൻ്റെ ഓർബിറ്റുകൾ മുഖേനയായിരുന്നു. ഇത് ഇത്തവണ കുറേ കൂടെ സജീവമായ രീതിയിൽ ആളുകളെ പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വഫി കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ പുതിയ ഒരു പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4-ാം തീയതി ഫെബ്രുവരി 4-ന് തിരൂര് മെഹക്കോ ഓഡിറ്റോറിയത്തിൽ വെച്ച് പണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ വഫി കമ്മ്യൂണിറ്റി പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. വഫി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നിങ്ങളുടെ WSFൻ്റെ വഫി ഓർബിറ്റാണ് അതിൻ്റെയും അടിസ്ഥാനം. കേരളത്തിൽ 128 അല്ലെങ്കിൽ 130-നടുത്ത് വഫി ഓർബിറ്റുകളുണ്ട്. ഈ വഫി ഓർബിറ്റ് അത് അടിസ്ഥാനമാക്കിയാണ് വഫി കമ്മ്യൂണിറ്റി നിലവിൽ വരിക. സ്വാഭാവികമായിട്ടും ആ ഓർബിറ്റിലുള്ള WSFൻ്റെ അംഗങ്ങൾ, അതായത് വഫിയകൾ അതിൻ്റെ ഭാഗമായിരിക്കും. ആ ഓർബിറ്റിൻ്റെ പരിധിയിലുള്ള അലുമിനിയുടെ മെമ്പർമാർ, വഫികളും വഫിയകളും അതിൻ്റെ പരിധിയിൽ വരുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഒരു വേള വഫിയ പഠനം ജോയിൻ ചെയ്തതിന് ശേഷം ഘട്ടങ്ങൾ പൂർത്തീകരിക്കാതെ നിർത്തിപ്പോയ ആളുകളുണ്ടാവും. നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, നമ്മുടെ അഭ്യുദയകാംക്ഷികളാണ് അവരെങ്കിൽ, അവരും ഇൻഷാ അല്ലാഹ് വഫി കമ്മ്യൂണിറ്റിയിൽ ഉൾക്കൊള്ളും. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലെ അധ്യാപകർ, ഉസ്താദുമാർ, വഫിയമാർ അവരൊക്കെ കമ്മ്യൂണിറ്റിയിൽ വരും. അവരുടെയൊക്കെ ബന്ധുക്കൾ, അതായത് നമ്മുടെ തന്നെ ബന്ധുക്കൾ, ഉമ്മമാർ, വാപ്പമാർ, അവരൊക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളായിരിക്കും. നമ്മുടെ നേരത്തെ, അതായത് വഫിയ സംവിധാനം 2004-ൽ ഔദ്യോഗികമായി രൂപപ്പെടുന്നതിൻ്റെ മുന്നേ നമ്മളോട് സഹകരിച്ചിരുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥാപനങ്ങളുടെ മാനേജിങ് കമ്മിറ്റികളൊക്കെ ഉണ്ട്. ആ കമ്മിറ്റിയിൽ
ഉൾക്കൊള്ളുന്ന ആളുകൾ, അതുപോലെ തന്നെ അതിലെ ഉസ്താദുമാരായി ഉണ്ടായിരുന്ന ആളുകൾ, അവിടെ പഠിച്ചിരുന്ന നമ്മുടെ പഴയ സഹപാഠികൾ, അവരൊക്കെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വരും. അർഹാം മെമ്പേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വരും. ഇങ്ങനെ സജീവമായ ഒരു വാഫി കമ്മ്യൂണിറ്റി മുഖേനയാണ് ഇത്തവണ നമ്മൾ ഇൻഷാ അള്ളാഹ് വാഫി വഫിയ പ്രചരണം നടത്തുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ വിശാലമായ ഒരു പ്രതലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് നമ്മുടെ പ്രചരണം കൃത്യമായി എത്തണം. ഈ വാഫി വഫിയ എൻട്രൻസ് കഴിഞ്ഞതിനു ശേഷം ഞങ്ങളതിനെക്കുറിച്ച് അറിഞ്ഞില്ലല്ലോ എന്ന് ഒരു രക്ഷിതാവും അസ്വസ്ഥപ്പെടാൻ പാടില്ല. ഞങ്ങളുടെ കുട്ടിക്ക് ഇന്ന സ്ഥാപനത്തിൽ അന്ന് അപേക്ഷിച്ച് കിട്ടുമായിരുന്നെങ്കിൽ കിട്ടിയിരുന്നു, ഞങ്ങൾ അറിയാൻ വൈകിയല്ലോ എന്ന് ഒരു രക്ഷിതാവിനും അസ്വസ്ഥപ്പെടേണ്ടി വരരുത്. അപ്പോൾ ആ രീതിയിൽ സജീവമായിട്ട് നമ്മളോട് ഒത്തുപോകുന്ന ആളുകളൊക്കെ നമ്മുടെ വാഫി കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഒരു നിർബന്ധമുണ്ട്, ഒറ്റ കാര്യം, അത് നമ്മളുമായിട്ട് നല്ല രീതിയിൽ നല്ല ടേംസിൽ പോകാൻ പറ്റുന്ന ആളുകളായിരിക്കണം വാഫി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു നിബന്ധന, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സുന്നി ആദർശം, സുന്നി ആശയങ്ങൾ പിന്തുടരുന്ന ആളുകളുമായിരിക്കണം വാഫി കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടത്. ആ കമ്മ്യൂണിറ്റി മുഖേനയായിരിക്കും ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങൾ, അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ് ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് റമളാൻ്റെ തുടക്കം മുതൽ ചെയ്യും. അതിനു വേണ്ട ആളുകളൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ അണിയറയിൽ സജീവമായി നടക്കുന്നുണ്ട്. അതത് മേഖലയിലുള്ള വാഫി കമ്മ്യൂണിറ്റി രൂപീകരണം സജീവമായി നടക്കും. ആ കമ്മ്യൂണിറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ അത് മുഖേന എൻട്രൻസ് പ്രവർത്തനങ്ങൾ നടക്കും, ആ മേഖലയിലുള്ള CSSൻ്റെ പ്രവർത്തനങ്ങൾ നടക്കും. സാമൂഹ്യപരമായിട്ട് നമുക്ക് ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളുണ്ട്. സമൂഹ നിർമ്മിതിയാണ് വാഫിയുടെ ഒരു ലക്ഷ്യം, രാജ്യത്തിൻ്റെ പുരോഗതിയാണ് വാഫിയുടെ ഒരു ലക്ഷ്യം. സ്വാഭാവികമായിട്ടും സാമൂഹ്യ നിർമ്മിതിയിൽ നമ്മൾ വാഫി കമ്മ്യൂണിറ്റിയെ കൂടി ഉൾപ്പെടുത്തി സജീവമായി മുന്നോട്ട് പോകും. രാജ്യത്തിൻ്റെ പുരോഗതി നിർണ്ണയിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ കാലക്കുട്ടി കണ്ട് പുതിയ സ്വപ്നങ്ങളൊക്കെ നെയ്തെടുത്ത് അതിൻ്റെ പൂർത്തീകരണത്തിന് വാഫി കമ്മ്യൂണിറ്റിയിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറേയേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓഫീസിൽ നിന്ന് നടക്കും. ഓഫീസിൽ നിന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ചരട് വലിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ WSFൻ്റെ ഓർബിറ്റ് മുഖേനയാണ് അത് നടക്കുന്നത്. അടിസ്ഥാനം WSFൻ്റെ ഓർബിറ്റാണ്. അപ്പോൾ ഏതോ അർത്ഥത്തിൽ അതിൻ്റെ ചാലകശക്തി നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് വേണം ഇതിൻ്റെ കമ്മ്യൂണിറ്റിയുടെ രൂപീകരണം പൂർത്തിയാക്കേണ്ടത്. അതിന് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ തന്നെ നേതൃത്വം നൽകേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കൂടെ സജീവമായ രീതിയിൽ കൂടെ ചിട്ടപ്പെടുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. റമളാനിലാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാം. നമ്മുടെ സംവിധാനങ്ങളിലെ ഉസ്താദുമാർ, നമ്മുടെ തന്നെ സഹപാഠികൾ, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുന്ന ആളുകൾ, സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ, ഇതിൻ്റെയൊക്കെ സ്ഥാപനങ്ങളിലെ സ്ഥാപകന്മാർ പല ആളുകളും മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ അവരുടെ വർസഖയായ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും ആക്കി തീർക്കണേ. ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ അവരുടെ ബിസിനസ്സിലും അവരുടെ ജീവിതത്തിലൊക്കെ വലിയ ഐശ്വര്യം നൽകണേ. ഞങ്ങളെല്ലാവരെയും അല്ലാഹുവേ നീ നിൻ്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് റമളാനിൽ സജീവമായി അല്ലാഹുവിനോട് മനമുരുകി പ്രാർത്ഥന ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.